ഇത് വൈറലാവണേ, ഇത് കറക്റ്റാക്കി തരണേ ഭഗവാനെ. എന്താ രാജോ എന്നിട്ട് മടപ്പാടാ, നിനക്കെന്താ പ്രശ്നം? എന്താടാ നിങ്ങൾക്കൊക്കെ പ്രശ്നങ്ങള്? ഞാൻ അവിടുന്ന് വരുമ്പോ ആ കുട്ടി അടക്കം എന്നെ കളിയാക്കി. എന്താണ്, ഞാൻ വൈറലാവണതാണോ പ്രശ്നം നിങ്ങൾക്ക്? ഞാൻ ഒരു സെറ്റപ്പ് ആവണമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഇഷ്ടമല്ലേ? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്റെ ബോബേട്ടാ, ഞാനേ എല്ലാവരും ഇങ്ങനെ നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ കുറ്റം ഇങ്ങനെ പറയാ. നമ്മളെ ഏട്ടന സ്ഥാനത്ത് നിങ്ങളെ കാണുന്നത്. രാജു, ഞാൻ ആർക്കും വേണ്ടിയിട്ടല്ല, എൻ്റെ മനസാക്ഷിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അല്ല മറ്റുള്ളവർക്ക് പറയാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ ഇത് ചെയ്യുന്നത്. എൻ്റെ മനസാക്ഷിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇന്നത്തെ കഴിഞ്ഞല്ലോ, കണ്ടില്ലേ? ഇപ്പം വായ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും എന്നെ കളിയാക്കാനാണ്. അല്ല ബോബേട്ടാ, ഇന്ന് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് എവിടേക്ക് പോവാണ്? എന്താ എവിടേക്ക്? റീൽസ് പിന്നെ നമ്മള് എപ്പോഴും കാണാറില്ലേ? ഇതല്ല, ഇന്നൊരു യാത്ര ഉണ്ട്. എൻ്റെ ജീവിതം മെച്ചപ്പെടുന്നൊരു യാത്ര. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴല്ല, പിന്നീട് മനസ്സിലാവും. എന്ത് യാത്ര? ഇന്ന് എനിക്കൊരു ഓഡീഷൻ ഉണ്ട്. നാട്ടുകാരോട് എന്തായാലും ബോബേട്ടാ, നിങ്ങൾ നന്നായിട്ട് പോയോ. എൻ്റെ ലക്ഷ്യം സിനിമയാണ്. അത് ഞാൻ നേടിയെടുക്കും. അത് ഏത് അറ്റമെങ്കിലും ഞാൻ പോകും. അത് ഞാൻ നേടിയെടുത്തേ ഇനി ഞാൻ തിരിച്ചു വരുള്ളൂ. ഞാൻ പോട്ടെ. അല്ല രാജാട്ടാ, ഇങ്ങനെ സിനിമ കയറി കഴിഞ്ഞാൽ ഞാൻ നാണം കെടുക്കും. നീ മാത്രല്ല, നമ്മളെല്ലാരും നാണം കെടും. അതിടും. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മൾ പരിഹസിക്കരുത്. കാരണം വെച്ചാൽ ദൈവം അതിൻ്റെതായ സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവർ വിജയിക്കും. എന്നിട്ട് രാജാട്ടൻ കളിയാക്കതോ? അത് ഞാനല്ലേ, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളല്ലേ, അത് കുഴപ്പമില്ല. എന്തായാലും പോവാൻ മതി. എന്തായാലും ഇവിടെ നിന്ന്